ചെയ്യുന്നത് നിയമവിരുദ്ധമായ കാര്യമാണെന്ന് എനിക്കറിയാം. ശരിക്കും ചെയ്യേണ്ടത് ആദിലിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും പോലീസിൽ ഇൻഫർമേഷൻ കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇനി ഈ വിഷയം സമൂഹം ചർച്ച ചെയ്താൽ അത് കൂടുതൽ വഷളാകും. അതുകൊണ്ട് എനിക്ക് സത്യം അറിയണം രഘു. നിങ്ങളുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. അല്ല അമ്മാവ, ഞങ്ങൾക്കൊരു തെറ്റും പറ്റിയിട്ടില്ല അച്ഛാ. അച്ഛനെ അവൻ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. അതെ അമ്മാവ, ഒരു കള്ളക്കടത്തുകാരൻ കയറുമെന്ന് പറഞ്ഞതൊക്കെ അമ്മാനങ്ങ് വിശ്വസിച്ചല്ലേ? അമ്മാവ, അമ്മാവൻ ആദിലാണോ വലുത് അല്ല ഞങ്ങളാണോ? എനിക്ക് നിങ്ങളാണ് വലുത്. നിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വരുത്തിയത്. ആ സ്വർണം നിങ്ങൾ സ്വർണ്ണക്കടത്തുകാർക്ക് തിരിച്ചു നൽകിയില്ലെന്ന് ആദിൽ തെളിയിക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്നോട് കള്ളം പറഞ്ഞ് ആ സ്വർണം നിങ്ങൾ കൈക്കലാക്കിയെന്നല്ലേ രഘു? നിങ്ങൾ എന്നോട് കാണിച്ച വഞ്ചന ഞാൻ ക്ഷമിക്കാം. ആദിലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അച്ഛാ, അത് ഞങ്ങൾ സ്വർണ്ണക്കടത്തുകാർക്ക് തിരിച്ചു കൊടുത്തെന്ന് പറഞ്ഞത് അച്ഛന് വിശ്വാസമായില്ലെങ്കിൽ ഞങ്ങളത് കൊടുത്തിട്ടില്ലെന്ന് അവൻ തെളിയിക്കട്ടെ അച്ഛാ. അതെ അമ്മാവ, അവൻ തെളിവ് കൊണ്ടുവന്നതിന് ശേഷം അമ്മാവൻ ഞങ്ങളെ ആശ്വസിച്ചാൽ മതി. അമ്മാവ, ആ സ്വർണ്ണം ഞങ്ങൾ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ സ്വർണ്ണക്കടത്തുകാർ ഞങ്ങളെ ഇപ്പൊ ജീവനോട് വെച്ചേക്കും അമ്മാവന് തോന്നുന്നുണ്ടോ? നിങ്ങളെ സ്വർണ്ണക്കടത്തുകാർ ഇപ്പൊ സംശയിക്കാത്തത് ആ സ്വർണം ആദിലെന്ന് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞു എന്ന് മൊഴി കൊടുത്തതുകൊണ്ടല്ലേ? അവനത് തിരുത്തി പറഞ്ഞാൽ സ്വർണ്ണക്കടത്തുകാർ വീണ്ടും നിങ്ങളെ അന്വേഷിച്ച് വരില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ രഘു? ഞാനത് അവരെ അറിയിച്ചാൽ നിങ്ങളും ഞാനും അതോടെ തീരുണ്ടിരിക്കും. അതുകൊണ്ടാ ഞാൻ മാഷി വഴി ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഇനിയെങ്കിലും നമുക്കൊരു ധാരണ പോകുന്നതല്ലേ രഘു നല്ലത്? എന്ത് ധാരണ? അത് പറ ആദ്യം. ആ സ്വർണത്തിന്റെ പേരിൽ നീയും ഈ കുടുംബവും ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നെ ഈ നിലയിലാക്കിയതും അതേ സ്വർണം തന്നെയാ. നമുക്കത് തുല്യമായിട്ട് പങ്കുവയ്ക്കാം. പകുതി നീ എടുത്തോ, പാതി എനിക്ക് തന്നേരെ. ഞാൻ ആരോടും ഒന്നും പറയില്ല, ആരും അറിയാനും പോകുന്നില്ല. നമ്മുടെ രണ്ടുപേരുടെയും ഗതികേട് മനസ്സിലാക്കി അനന്തം മാഷ് നമ്മളോട് ക്ഷമിക്കുകയും ചെയ്യും. ഓഹോ, അപ്പൊ ഇവൻ ഒരു തെളിവും തരാതെ തന്നെ ഞങ്ങൾ ആ സ്വർണ്ണം എടുത്തെന്ന് അച്ഛൻ അങ്ങ് തീരുമാനിച്ചു അല്ലേ? അത് കൊള്ളാലോ. ഞങ്ങളത് സ്വന്തമാക്കിക്കോട്ടെ ചോദിച്ചപ്പോ അന്ന് അച്ഛനത് സമ്മതിച്ചില്ല. ഇപ്പൊ പാതി ഇവന് കൊടുക്കാമെങ്കിൽ ഞങ്ങളത് സ്വന്തമാക്കിയാലും അച്ഛന് കുഴപ്പമില്ല അല്ലേ? അമ്പിളി, നീ പറയുന്നത് പോലെയൊന്നും അല്ല അച്ഛൻ ചിന്തിക്കുന്നത്. നിങ്ങളെ രണ്ടുപേരെയും രക്ഷിച്ചെടുക്കാനുള്ള ഒരു വഴി കൂടിയാ. അമ്മാവ, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെന്തിനാ ഇവനെ കൂട്ടുപിടിച്ച് അമ്മാവ ഞങ്ങളെ രക്ഷിക്കാൻ നോക്കുന്നത്? അമ്മാവ, ആ സ്വർണം ഞങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടവർക്ക് തിരിച്ചു കൊടുത്തു. അതാ സത്യം. അത് അംഗീകരിക്കാൻ പറ്റാത്തവൻ തെളിവായിട്ട് വരട്ടെ. അല്ലാതെ ഞാൻ തിരുവോണം ആഘോഷിച്ചതും ഗാർമെന്റ്സ് തുടങ്ങിയതും ഒക്കെ ആ സ്വർണം വിറ്റ് കാശുണ്ടാണെന്ന് പറഞ്ഞ സമ്മതിച്ചു തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അച്ഛൻ ഇതൊക്കെ അങ്ങ് കണ്ണടിച്ച് വിശ്വസിച്ചല്ലേ? ഗാർമെന്റ്സ് ആരുടെ പേരിലാണെന്ന് അച്ഛനൊന്ന് അന്വേഷിച്ചു നോക്ക്. അച്ഛൻ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിന് അല്ല ദാസങ്ങൾ കൂട്ടു നിൽക്കുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? ഇവിടെ പാടാ. ഇതുവരെ ഞാൻ നിന്നെ മൈൻഡ് ചെയ്തിരുന്നതേ നീ ആരോഗ്യപരമായി വീക്കാണല്ലോ എന്ന് കരുതി മാത്രമാ. പക്ഷെ നീ ബുദ്ധി ഉപയോഗിച്ച് അമ്മാവൻ എനിക്കെതിരെ തിരിച്ച് അല്ലേ? ഇനി നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. വേണ്ട, വിട്. അച്ഛൻ ഇവനെ ഇറക്കി വിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാം. എന്താ? വേണ്ട മാഷേ, ഞാൻ പോയിക്കോളാം.
രഘു സ്വർണ്ണക്കടത്താർക്ക് ആ സ്വർണം കൊടുത്തിട്ടില്ലെന്ന് ഞാൻ തെളിയിക്കും. അത് തെളിയിച്ചിട്ട് ഞാൻ ഒരിക്കൽ കൂടി വരും രഘു. ഓ നീ ചെല്ല് ആ കാണാം. ആ